എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ LPSA UPSAയുടെ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം നമ്മൾ സിലബസൊക്കെ തീരാറായല്ലേ. അപ്പോൾ നിങ്ങളും പഠിച്ച് തീരാറായെന്ന് കരുതുന്നു. പഠിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തൊട്ട് ഒന്നുകൂടെയൊക്കെ ഒന്ന് കാണുക കേട്ടോ. ആദ്യം കണ്ടേക്ക് മറന്നു പോകരുത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പഠന രീതികളാണ് കേട്ടോ. പഠന രീതികൾ അല്ലെങ്കിൽ ടീച്ചിങ് മെത്തേഡ്സ് ആണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണ്? പഠന രീതി അല്ലെങ്കിൽ ബോധന രീതിയാണ്. അപ്പോൾ നമുക്ക് ഈ പഠന രീതിയെ അല്ലെങ്കിൽ ബോധന രീതിയെ രണ്ടായിട്ട് തിരിക്കാം. ഒന്നെന്ന് പറയുന്നത് ശിശു കേന്ദ്രിത രീതി. അവിടെ കുട്ടിക്കായിരിക്കും പ്രാധാന്യം അല്ലേ. ആക്റ്റീവ് റോൾ എന്ന് പറയുന്നത് കുട്ടിയായിരിക്കും. ടീച്ചർ എന്ന് പറയുന്നത് പാസീവ് റോളാണ്. ഇനി രണ്ടാമത്തത് അധ്യാപക കേന്ദ്രിത രീതി. അവിടെ അധ്യാപകനായിരിക്കും അല്ലെങ്കിൽ ടീച്ചറിനായിരിക്കും പ്രാധാന്യം, അല്ലെങ്കിൽ ടീച്ചറിനാണ് അവിടെ ആക്റ്റീവ് റോൾ എന്ന് പറയുന്നത്. കുട്ടികൾ എങ്ങനെയായിരിക്കും? നിഷ്ക്രിയരായിരിക്കും അല്ലെങ്കിൽ പാസീവ് റോളായിരിക്കും. മനസ്സിലായല്ലോ. ശിശു കേന്ദ്രിത രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നതെന്ന് നോക്കാം. ശിശു കേന്ദ്രിത രീതിയിൽ ആദ്യമായിട്ട് വരുന്നതെന്ന് പറയുന്നത് അന്വേഷണാത്മക രീതി അല്ലെങ്കിൽ ഹ്യൂറിസ്റ്റിക് മെത്തേഡാണ്. രണ്ടാമത്തത് പ്രോബ്ലം സോൾവിങ് മെത്തേഡ് അല്ലെങ്കിൽ പ്രശ്ന പരിഹരണ രീതി. മൂന്നാമത്തത് അനലിറ്റിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ അപഗ്രഥന രീതി. നാലാമത്തത് പ്രോജക്റ്റ് രീതി. അഞ്ചാമത്തത് കളി രീതി. അപ്പോൾ ഇവിടെയെല്ലാം ഈ പറഞ്ഞ രീതികളിലെല്ലാം ആരാണ് ആക്റ്റീവ് റോള് അല്ലെങ്കിൽ ആരാണ് സജീവ പങ്കാളി എന്ന് പറയുന്നത്? കുട്ടിയായിരിക്കും അല്ലേ. അപ്പം അന്വേഷണാത്മക രീതി, പ്രശ്ന പരിഹരണ രീതി, അപഗ്രഥന രീതി, പ്രോജക്റ്റ് രീതി, കളി രീതി. ഈ 5 കാര്യങ്ങളും എവിടെ വരുന്നതാണ്? ശിശു കേന്ദ്രിത രീതിയിലാണ് അല്ലെങ്കിൽ കുട്ടിക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയാണ്. കുട്ടിക്ക് പ്രാധാന്യം കൊടുക്കുന്ന അല്ലെങ്കിൽ കുട്ടി ആക്റ്റീവ് റോള് വരുന്ന പഠന രീതികളാണ്. നെക്സ്റ്റ് എന്താണ്? ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ്സ് അല്ലേ. അധ്യാപക കേന്ദ്രിത രീതി. ഒന്നാമത്തത് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ ആഗമന നിഗമന രീതി. രണ്ടാമത്തത് പ്രഭാഷണ രീതി. മൂന്നാമത്തത് ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷൻ രീതി. പ്രഭാഷണ രീതി അല്ലെങ്കിൽ പ്രസംഗ രീതി എന്നൊക്കെ പറയുന്നത് ലെക്ചർ മെത്തേഡിനെയാണ് കേട്ടോ. ഒന്നാമത്തത് അന്വേഷണാത്മക രീതി അല്ലെങ്കിൽ എൻക്വയറി മെത്തേഡ്. എൻക്വയറി ട്രെയിനിങ് മോഡലൊക്കെ ഉണ്ട്, അത് വേറെയാണ്. ഇതെന്താണ്? എൻക്വയറി മെത്തേഡാണ്. അന്വേഷണാത്മക രീതി ഇതിനെ തന്നെയാണ് നമ്മൾ ഗവേഷണ രീതിയെന്നും കണ്ടെത്തൽ രീതിയെന്നും ഹ്യൂറിസ്റ്റിക് മെത്തേഡെന്നും ഒക്കെ പറയുന്നത് കേട്ടോ. ഇപ്പോൾ അന്വേഷണാത്മക രീതിയുടെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? ഗവേഷണ രീതി, കണ്ടെത്തൽ രീതി, ഹ്യൂറിസ്റ്റിക് രീതി. ഈ ഗവേഷണ രീതിയെന്നും ഹ്യൂറിസ്റ്റിക് രീതിയെന്നും ഒക്കെ ചോദിച്ചു കാണാറുണ്ട്. അപ്പോൾ ആ പേരുകൾ തിരിഞ്ഞു പോകാതെ പഠിച്ചു വെച്ചേക്കണേ. ഗവേഷണ രീതി അല്ലെങ്കിൽ ഹ്യൂറിസ്റ്റിക് മെത്തേഡിൻ്റെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ എന്തോ പറയണം? ആംസ്ട്രോങ് ആണെന്ന് പറയണം. ഹ്യൂറിസ്റ്റിക് മെത്തേഡിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ആംസ്ട്രോങ് ആണ്. അതുപോലെ ഇതൊരു ഗ്രീക്ക് വേർഡാണ് കേട്ടോ. ഇതൊരു ഗ്രീക്ക് പദത്തിൽ നിന്ന് വന്നതാണ്. ഹ്യൂറിസ്കോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇത് വന്നത്. ഈ ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണ്? കണ്ടെത്തുക. അതിൽ തന്നെ ഉണ്ടെല്ലാം. എന്താണ്? കുട്ടികൾ സ്വയം കണ്ടെത്തുവാണ്. ക്ലാസ് മുറികളിൽ അവർക്ക് കുറച്ച് അറിവ് മാത്രമേ കൊടുക്കത്തുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? അവർ സ്വയം കണ്ടെത്തുന്നു. കുട്ടികൾ സ്വയം പ്രശ്ന പരിഹാരം കണ്ടെത്തുകയും കണ്ടുപിടിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് അല്ലെങ്കിൽ ഗവേഷണ രീതി അല്ലെങ്കിൽ അന്വേഷണാത്മക രീതി, കണ്ടെത്തൽ രീതി എന്ന് പറയാം. അതുപോലെ തന്നെ ഇവിടെ പ്രോസസ്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പ്രോഡക്റ്റിന് പ്രാധാന്യമില്ല അല്ലേ. കുട്ടികൾ എന്ത് കാര്യമാണ് അത് കണ്ടെത്തുന്നത്, എന്തും ആയിക്കോട്ടെ, ആ ഒരു പ്രോസസ്സ് കുട്ടികൾ കണ്ടെത്തുന്ന ആ ഒരു പ്രോസസ്സിന് മാത്രമേ അവർ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. പ്രോഡക്റ്റ് എന്തായാലും സാരമില്ല. അതുപോലെ നമ്മുടെ തോണ്ടേക്കിൻ്റെ ശ്രമപരാജയ സിദ്ധാന്തം കേട്ടിട്ടില്ലേ? ട്രയൽ ആൻഡ് എറർ തിയറി. ആ ഒരു മനഃശാസ്ത്ര തത്വത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത് ഏത് രീതിയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഗവേഷണ രീതിയാണ്. ഗവേഷണ തൽപരത വളർത്താൻ സഹായിക്കുന്ന ബോധന രീതി ഏതാണ് എന്ന് ചോദിച്ചാൽ എന്താണ്? ഗവേഷണ രീതി അല്ലെങ്കിൽ ഹ്യൂറിസ്റ്റിക് മെത്തേഡ്, അല്ലെങ്കിൽ മറ്റൊരു പേരെന്താണ്? കണ്ടെത്തൽ രീതി. മറ്റൊരു പേരെന്താണ്? അന്വേഷണാത്മക രീതി. എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ഓർമ്മയിലുണ്ടാവണം കേട്ടോ, എല്ലാ പേരുകളും. ഇനി ഹ്യൂറിസ്റ്റിക് മെത്തേഡിൻ്റെ ഘട്ടങ്ങളാണ്. മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി, അങ്ങനെ ചോദിച്ചിട്ടില്ല. ഒന്നാമത്തെ ഇതാണ്, ഏതെങ്കിലും ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ കുട്ടി തിരിച്ചറിയുന്നു. അതിനാവശ്യമായിട്ടുള്ള പരികൽപ്പന അല്ലെങ്കിൽ അനുമാനം രൂപീകരിക്കുന്നു, വിവരങ്ങൾ ശേഖരിക്കുന്നു, കിട്ടിയ വിവരങ്ങളെ വിശകലനം ചെയ്യുന്നു, അവസാനം ഒരു നിഗമനത്തിലെത്തുന്നു. ഇതാണ് ആ ഒരു സ്റ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉപജ്ഞാതാവ് ആംസ്ട്രോങ് ആണ്. ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്ന പദത്തിൻ്റെ മീനിങ് എന്ന് പറയുന്നത് കണ്ടെത്തുക എന്നതാണ്. കുട്ടി എന്തു ചെയ്യുന്നു? സ്വയം കണ്ടെത്തുന്നു. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക.
അന്വേഷണാത്മക രീതിയുടെ മികവുകളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. സ്വന്തം അന്വേഷണത്തിലൂടെയും അനുഭവത്തിലൂടെയൊക്കെയാണ് കുട്ടി ഇവിടെ അറിവ് നേടുന്നത്. പ്രശ്ന പരിഹരണത്തിൽ ആനന്ദം അനുഭവിക്കുന്നു എന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ കൂടെ ഒരു പ്രശ്നം കിട്ടി അത് സോൾവ് ചെയ്യുന്നു, നമ്മൾ തന്നെ അത് സോൾവ് ചെയ്യുന്നെങ്കിൽ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ കുട്ടികളുടെ കാര്യം പറയാനുണ്ടോ? അവരൊരു പ്രശ്നം പരിഹരിച്ച് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതാ പറയുന്നത് പ്രശ്ന പരിഹരണത്തിൽ ആനന്ദം അനുഭവിക്കുന്നു. സ്വന്തമായി കൽപ്പിക്കുന്ന വിധിയിൽ വിശ്വസിക്കുന്നു. ഇവിടെ എന്താണ്? കുട്ടിയുടെ ജഡ്ജ്മെൻറ്റിനാണ് പ്രാധാന്യം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോസസ്സിനാണ് പ്രാധാന്യം, അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അല്ലാതെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഉൽപ്പന്നത്തിന് ഇവിടെ പ്രാധാന്യമില്ല. അതുകൊണ്ട് തന്നെ തെറ്റ് വന്നാലും അവർക്ക് എന്താണ്? പേടിയില്ല അല്ലേ? തെറ്റിനെ ഭയപ്പെടുന്നില്ല. കാഴ്ചപ്പാടിൽ അയവുണ്ടാവുന്നു. എല്ലാ ചോദ്യങ്ങൾക്കും അന്തിമ ഉത്തരം വേണമെന്ന് ശഠിക്കുന്നില്ല. ഉത്തരത്തോടൊപ്പം കടന്നുപോയ പ്രക്രിയ അല്ലെങ്കിൽ പ്രോസസ്സ്, അതിനാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഒരു പ്രശ്നം അവരെങ്ങനെയാണ് അതിനെ അനുമാനിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത് അല്ലേ, എങ്ങനെയാണ് അത് വിശകലനം ചെയ്യുന്നത്, ആ ഒരു പ്രക്രിയയ്ക്കാണ് അവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇതെന്താണ്? തുടർ പഠനത്തെ സഹായിക്കും. സ്വയം പഠനത്തിൻ്റെ രീതിശാസ്ത്രം തിരിച്ചറിയുന്നു. ഇവിടെ അവരെ ആരും സഹായിക്കാനില്ല. അവർ സ്വയമാണ് അറിവ് കണ്ടെത്തുന്നത്, സ്വയമാണ് അവർ പ്രശ്നം പരിഹരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉൽപ്പന്നം ഇതല്ല, ഇന്നതാണ്, ഇത് തെറ്റാണ് എന്നൊന്നും അവിടെ ഒരു ജഡ്ജ്മെൻറ്റും ഇല്ല. അവർ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് ശരി. അവർ സ്വയം അറിവ് കണ്ടെത്തുന്നു. ക്ലിയർ ആയല്ലോ? അടുത്തത് പ്രശ്ന പരിഹരണ രീതി അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് മെത്തേഡാണ്. അപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ നമ്മുടെ ജീവിത സന്ദർഭവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മൾ എന്ത് ചെയ്യും? കുട്ടികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കും. എന്നിട്ട് ടീച്ചർ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുട്ടികളെ എന്ത് ചെയ്യും? ഒരു 4-5 ഗ്രൂപ്പായിട്ട് തിരിക്കും. കുട്ടികൾ എന്ത് ചെയ്യും? ആവശ്യമായിട്ട് വിവരങ്ങളൊക്കെ ശേഖരിച്ച് ചർച്ചയൊക്കെ ചെയ്ത് നിഗമനത്തിലെത്തുന്നു അല്ലേ. അതുപോലെ അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ആവശ്യമുണ്ട്, അവർക്ക് ആ ഒരു കറക്റ്റ് ഒരു ഡിറക്ഷനിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ടീച്ചറും അവരെ എന്ത് ചെയ്യുന്നു? തീർച്ചയായിട്ടും സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അന്വേഷണാത്മക രീതി പോലെയല്ല, ഇവിടെ പ്രോസസ്സിനും അതുപോലെ തന്നെ പ്രോഡക്റ്റിനും ഒക്കെ പ്രാധാന്യമുണ്ട്. ആ ഒരു പ്രോഡക്റ്റിലേക്ക് തന്നെ അവർ എത്തിച്ചേരും അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് ടീച്ചർ കുട്ടികൾ ഡിറക്ഷൻ മാറിപ്പോകുന്നുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള ദിശയിലേക്ക് ടീച്ചർ കുട്ടികളെ തിരിച്ചുവിടും. മനസ്സിലായോ? ഇനി നോക്കിയേ, കുട്ടി തൻ്റെ പഠന സന്ദർഭത്തിലോ ജീവിത സന്ദർഭത്തിലോ നേരിടുന്ന ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നതിനുള്ള അവസരമൊരുക്കുകയും പ്രശ്ന വിശകലനം ചെയ്ത് പരിഹാര പ്രവർത്തനങ്ങൾ നടത്തി പ്രശ്നം പരിഹരിക്കുകയും ചെയ്യുന്ന രീതിയാണ് പ്രോബ്ലം സോൾവിങ് മെത്തേഡ് അല്ലെങ്കിൽ പ്രശ്ന പരിഹരണ രീതി. അപ്പം ഈ പ്രശ്ന പരിഹരണ രീതിയെ ബഹുതലത്തിലുള്ള ഒരു പ്രക്രിയയാണ് എന്ന് പറഞ്ഞത് മേയറാണ് കേട്ടോ. ബഹുതലത്തിലുള്ളൊരു പ്രക്രിയയാണ് പ്രശ്ന പരിഹരണ രീതി എന്ന് പറഞ്ഞത് മേയറാണ്. അതുപോലെ നമുക്കറിയാം ലോജിക്കൽ തിങ്കിങ്, റിഫ്ലക്റ്റീവ് തിങ്കിങ് അല്ലേ, പ്രതിഫലനാത്മക ചിന്ത, യുക്തി ചിന്ത എന്നിവയൊക്കെ വളരുന്നതിന് ഈ പറയുന്ന പ്രോബ്ലം സോൾവിങ് മെത്തേഡ് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ അമൂർത്തമായിട്ടുള്ള പ്രശ്ന പരിഹരണ ശേഷി, അതായത് അബ്സ്ട്രാക്റ്റ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് അല്ലേ, അമൂർത്തമായ പ്രശ്ന പരിഹരണ ശേഷി വികസിപ്പിക്കുന്നതിന് സഹായകമാകുന്ന ഐഡിയൽ മോഡൽ അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ബ്രാൻഫോർഡ് ആൻഡ് സ്റ്റെയിൻ ആണ്. അത് ചോദിച്ചിട്ടില്ല, എന്നാലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് കേട്ടോ. എന്താണ്? അമൂർത്തമായ പ്രശ്ന പരിഹരണ ശേഷി വികസിപ്പിക്കുന്നതിന് സഹായമാകുന്ന ഐഡിയൽ മോഡൽ അവതരിപ്പിച്ചത് ബ്രാൻഫോർഡ് ആൻഡ് സ്റ്റെയിൻ ആണ്. നോക്കിക്കേ, പ്രശ്ന പരിഹരണ രീതിയുടെ വിവിധ ഘട്ടങ്ങൾ. അപ്പോൾ പ്രോബ്ലം സോൾവിങ് മെത്തേഡിൻ്റെ വിവിധ സ്റ്റേജസ് ആണ് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഒന്നാമത്തത് പ്രശ്നം തിരിച്ചറിയൽ. അതായത് നമ്മളൊരു പ്രശ്നത്തെ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തെ കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് എയർ പൊല്യൂഷനാണെന്ന് കരുതുക. ആ ഒരു പ്രശ്നത്തെ കുട്ടി തിരിച്ചറിയുന്നു. രണ്ടാമത്തത് ഈ പറയുന്ന എയർ പൊല്യൂഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോബ്ലത്തെ കുട്ടി എന്ത് ചെയ്യുന്നു? ഡിഫൈൻ ചെയ്യുന്നു അല്ലെങ്കിൽ നിർവചിക്കുന്നു. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, പ്രശ്നം നിർവചിക്കൽ. ഇനി പരികൽപ്പനയുടെ രൂപീകരണം. അതായത് അവർക്ക് നിലവിൽ കുറച്ച് അറിവുകളുണ്ടാവും അല്ലേ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള മാർഗങ്ങൾ അവർ ഊഹിച്ചെടുക്കും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന എയർ പൊല്യൂഷൻ ഉണ്ടാവുന്നത്? ചിലപ്പോൾ പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുന്നതും ഉണ്ടാവാം, അല്ലെങ്കിൽ വാഹനങ്ങളുടെ പുക എന്തെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങൾ അവരെന്ത് ചെയ്യും? അവരുടെ അറിവിൽ നിന്ന് അവർ ചെകഞ്ഞെടുക്കും അല്ലേ. അതിൽ നിന്ന് ഓരോ കാര്യങ്ങൾ അവർ അനുമാനിക്കും. അതിനെയാണ് പരികൽപ്പന രൂപീകരിക്കുക എന്ന് പറയുന്നത്.
ഇനി അടുത്തത് പ്രശ്നപരിഹാര തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുക അല്ലെങ്കിൽ ഫോമിംഗ് സ്ട്രാറ്റജീസ്. അപ്പം നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കണം, ഏതൊക്കെ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യണം, ഏതൊക്കെ മെത്തേഡിലൂടെ കടന്നു പോയാലേ നമുക്കിത് ഈ പറയുന്ന നല്ലൊരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്ന സ്റ്റേജാണ് ഏത്? പ്രശ്നപരിഹാര തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യൽ അല്ലെങ്കിൽ ഫോമിംഗ് സ്ട്രാറ്റജീസ്. അഞ്ചാമത്തത് വിവരശേഖരണമാണ്. അപ്പോൾ നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്തു അല്ലേ, ഏതൊക്കെ മെത്തേഡ്സ് അല്ലെങ്കിൽ ഏതൊക്കെ രീതി നമുക്ക് യൂസ് ചെയ്താലാണ് ഈ ഒരു പരിഹാരത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്തു. അപ്പോൾ അത് നടപ്പിലാക്കുവാണ് അഞ്ചാമത്തെ സ്റ്റേജ്, കളക്ഷൻ ഓഫ് ഡേറ്റ അല്ലെങ്കിൽ വിവരശേഖരണം. നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നു. അപ്പോൾ വിവരങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ എന്തു ചെയ്യുന്നു? അതിനെയൊക്കെ ഒന്ന് ഓർഡറിലാക്കി അതിനെയൊക്കെ ക്രോഡീകരിച്ച് അപഗ്രഥിച്ച് നമ്മളൊരു നിഗമനത്തിൽ എത്തിച്ചേരുന്നു. ഏറ്റവും അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവാലുവേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വിലയിരുത്തുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ പറയുന്ന പ്രശ്നപരിഹരണ രീതിയുടെ സ്റ്റേജസ് അല്ലെങ്കിൽ ഘട്ടങ്ങളെന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ആദ്യം നമ്മളൊരു പ്രശ്നത്തെ തിരിച്ചറിയുന്നു, എന്നിട്ട് അതിനെ നിർവചിക്കുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു? അനുമാനങ്ങൾ അല്ലെങ്കിൽ പരികൽപ്പനകൾ രൂപീകരിക്കുന്നു. പിന്നീട് നമ്മൾ പ്രശ്ന പരിഹാരത്തിനുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നു, വിവരങ്ങൾ ശേഖരിക്കുന്നു, അപഗ്രഥിക്കുന്നു, നിഗമനത്തിലെത്തുന്നു. ഏറ്റവും അവസാനം വാലുവേഷൻ അല്ലെങ്കിൽ വിലയിരുത്തൽ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് അല്ലേ. പ്രശ്ന പരിഹരണ രീതിയുടെ ഘട്ടങ്ങളുടെ ശരിയായ ക്രമീകരണം ഏതാണ്? ഒന്ന്, അവർ കൊടുത്തിരിക്കുന്നത് പഠന പ്രശ്നം ഏറ്റെടുക്കൽ, 2 കളക്ഷൻ ഓഫ് ഡേറ്റ അല്ലെങ്കിൽ ദത്തങ്ങൾ ശേഖരിക്കൽ അല്ലെങ്കിൽ നമ്മൾ വിവരശേഖരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. 3 നിഗമനങ്ങൾ രൂപീകരിക്കൽ, 4 പരികൽപ്പന അല്ലെങ്കിൽ ഹൈപ്പോത്തിസിസ് രൂപീകരിക്കൽ. എങ്ങനെയാണ്? ഇവിടെ 4 സ്റ്റേജസ് അവർ തന്നിരിക്കുന്നത്. നമ്മൾ 7 സ്റ്റേജസ് പഠിച്ചിട്ടുണ്ട്. 7 സ്റ്റേജസ് എന്തായാലും നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. എന്നാൽ മാത്രമേ നമുക്ക് 4, 5, 6 എങ്ങനെ വേണമെങ്കിലും തന്നോട്ടെ, നമുക്ക് അത് കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒന്നാമത്തേത് എന്താണ്? പഠന പ്രശ്നം ഏറ്റെടുക്കൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു പ്രോബ്ലം നമ്മൾ ഏറ്റെടുക്കുന്നു. രണ്ടാമത്തേത് എന്താണ്? ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പരികൽപ്പന രൂപീകരിക്കൽ. മൂന്നാമത്തേത് കളക്ഷൻ ഓഫ് ഡേറ്റ അല്ലെങ്കിൽ ദത്തങ്ങൾ ശേഖരിക്കൽ അല്ലെങ്കിൽ വിവരശേഖരണം. ഇനി അടുത്ത എന്താണ്? ഏറ്റവും അവസാനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നിഗമനങ്ങൾ രൂപീകരിക്കൽ. ഇവിടെ വിലയിരുത്തലും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തന്നിട്ടില്ല, അത് പോട്ടെ, നമുക്ക് വേണ്ട, നമുക്ക് ആവശ്യമുള്ളത് മതി, നമുക്ക് തന്നിരിക്കുന്നതിൽ നിന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. മനസ്സിലായോ? അപ്പോൾ പഠന പ്രശ്നം ഏറ്റെടുക്കൽ, പരികൽപ്പന രൂപീകരിക്കൽ, പിന്നെന്താണ്? ദത്തങ്ങൾ ശേഖരിക്കൽ, നിഗമനങ്ങൾ രൂപീകരിക്കൽ. ഇനി അടുത്തത് അപഗ്രഥന രീതി അല്ലെങ്കിൽ അനലിറ്റിക്കൽ മെത്തേഡാണ്. അതായത് നമ്മൾ ഒരു പ്രശ്നത്തെ എടുത്ത് അത് കീറി മുറിക്കുന്നു അല്ലെങ്കിൽ അതിനെ ഘടകങ്ങളാക്കി മാറ്റുന്നു അല്ലേ, സൂക്ഷ്മമായിട്ട് പഠിക്കുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും. ഒരു വസ്തുവിനെ സൂക്ഷ്മമായി പഠിക്കുന്നതിനോടൊപ്പം അതിനെ ഘടകങ്ങളാക്കി പിരിക്കുന്നതിനെയാണ് നമ്മൾ അപഗ്രഥനം അല്ലെങ്കിൽ അനാലിസിസ് എന്ന് പറയുന്നത് അല്ലേ. പ്രശ്നത്തെ ഉപപ്രശ്നങ്ങളാക്കി മാറ്റി പരിഹാരം കാണുന്ന പഠന രീതിയാണ് അപഗ്രഥന രീതി. ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യുന്നു? കീറി മുറിച്ച് വളരെ സൂക്ഷ്മമാക്കി ഘടകങ്ങളാക്കി അതിന് പരിഹാരം കാണുന്ന പഠന രീതി. പ്രശ്നത്തെ ഉപപ്രശ്നങ്ങളാക്കി മാറ്റി പരിഹാരം കാണുന്ന പഠന രീതിയാണ് ഇത് അപഗ്രഥന രീതി. ഇതിൻ്റെ മെച്ചം എന്താണ്? ഓരോ ഘട്ടത്തിലും കുട്ടിക്ക് എന്താണ്? നിരവധി ചോദ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ചിന്താശേഷി വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. മനസ്സിൻ്റെ ഉയർന്ന തലത്തിലുള്ള പ്രകടനമാണ് അപഗ്രഥനം എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അത് തോണ്ടേക്കാണ്. എന്താണ് തോണ്ടേക്ക് പറഞ്ഞത്? മനസ്സിൻ്റെ ഉയർന്ന തലത്തിലുള്ള പ്രകടനമാണ് അപഗ്രഥനം. അപ്പോൾ അപഗ്രഥന രീതി എന്താണ്? നമ്മുടെ കയ്യിലൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതേ പറ്റിയിട്ടൊന്നും അറിയത്തില്ല അല്ലേ. പിന്നീട് നമ്മളത് കീറി മുറിച്ച് ഘടകങ്ങളാക്കി സൂക്ഷ്മമായിട്ട് ഓരോ വശവും പരിശോധിച്ച ശേഷമാണ് നമുക്ക് ഐഡിയാസ് കിട്ടുന്നത്. അപ്പോൾ എന്താണ്? നമ്മൾ അറിയാത്തതിൽ നിന്ന് അറിയാവുന്നതിലേക്ക് പോവുമല്ലേ, അൺനോൺ ടു നോൺ അല്ലേ. അപ്പോൾ എന്താണ്? അറിയാത്തതിൽ നിന്ന് അറിയുന്നതിലേക്ക്. അപഗ്രഥന രീതി എന്താണ്? അറിയാത്തതിൽ നിന്ന് അറിയുന്നതിലേക്ക്. അതുപോലെ തന്നെ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത് അതിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് അല്ലേ. പ്രശ്നത്തെ നമ്മൾ ചെറിയ ഘടകങ്ങളാക്കി മാറ്റുന്നു. മനഃശാസ്ത്രപരമാണ്. അതുപോലെ തന്നെ ഇവിടെ ഓർമ്മശക്തിക്കൊന്നും
സ്ഥാനമില്ല. പക്ഷേ എന്താണ്, സമയനഷ്ടമാണ്. ഇങ്ങനെ ഒരു പ്രശ്നം എടുത്ത് അതിനെ ഇങ്ങനെ ഘടകങ്ങളാക്കി വളരെ സൂക്ഷ്മമായിട്ടൊക്കെ ചെയ്യാനിരുന്നാൽ ഒത്തിരി സമയം വേണം ഇതിനൊക്കെ അല്ലേ. ഇപ്പോൾ സമയനഷ്ടമുണ്ട്. പിന്നെന്താണ്, മികവും വേഗവും ആർജിക്കാൻ പ്രയാസം. അപ്പോൾ ഇതിൻ്റെ 2 ഡ്രോബാക്സ് ആണ് അല്ലെങ്കിൽ പോരായ്മകളാണ് അപഗ്രഥന രീതിയുടെ. സമയനഷ്ടമുണ്ട്, മികവും വേഗവും ആർജിക്കാൻ പ്രയാസവുമാണ്. ഓക്കെ അല്ലേ, അടുത്തതിലേക്ക് പോയാലോ. ഇനി പഠിക്കാൻ വന്ന ഇമ്പോർട്ടൻ്റ് ആണ് പ്രോജക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ പ്രോജക്റ്റ് രീതിയാണ്. അതായത് ഒരു യഥാർത്ഥ ജീവിത പ്രശ്നമോ അല്ലെങ്കിൽ സാന്ദർഭികമായിട്ട് വന്നു ചേരുന്ന പ്രശ്നമോ ഒരു നിശ്ചിത സമയപരിധി ഉണ്ടാവും. അതിനുള്ളിൽ നമ്മൾ അപഗ്രഥിച്ച് പരിഹാരം കണ്ടെത്തുന്ന പഠന രീതിയാണ്. മനസ്സിലായി, നമ്മൾ പ്രോബ്ലം സോൾവിങ് മെത്തേഡ് പോലെയൊക്കെ തന്നെയാണ് ഏകദേശം. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തെ നമ്മൾ എടുത്ത് അത് അപഗ്രഥിച്ച് ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ നമ്മൾ അതിന് പരിഹാരം കണ്ടെത്തുന്നു. അപ്പോൾ ഇത് രൂപപ്പെടുത്തിയത് അല്ലെങ്കിൽ ഇതിൻ്റെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചാൽ അത് കിൽപാട്രിക് ആണ്. വില്യം എച്ച് കിൽപാട്രിക് ആണ് പ്രോജക്റ്റ് മെത്തേഡിൻ്റെ ഉപജ്ഞാതാവെന്ന് പറയുന്നത്. ഒരു കാര്യം കൂടെ നിങ്ങൾ ആലോചിക്കണം, കിൽപാട്രിക് എന്ന് പറയുന്നത് പ്രോജക്റ്റ് മെത്തേഡിൻ്റെ ഫാദറാണ് അല്ലെങ്കിൽ ഉപജ്ഞാതാവാണ്. ഇനി ചോദിക്കാം, നമുക്കറിയാം ജോൺ ഡൂയിയുടെ എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള ഒരു കോൺട്രിബ്യൂഷനാണ് ഈ പ്രോജക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യം എങ്ങനെ ചോദിക്കും, ജോൺ ഡൂയിയുടെ പ്രായോഗികവാദം അല്ലെങ്കിൽ പ്രാഗ്മാറ്റിസം അല്ലേ, പ്രായോഗികവാദവുമായിട്ട് ബന്ധമുള്ള പഠന രീതി ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്, പ്രോജക്റ്റ് രീതിയാണ്. ഇതൊരു ആക്റ്റീവ് പ്രോസസ്സാണ് അല്ലേ, കുട്ടികൾ ആക്റ്റീവായിട്ടുള്ളൊരു പഠന പ്രക്രിയയാണ് അല്ലെങ്കിൽ സജീവമായിട്ടുള്ള പഠന പ്രക്രിയയാണ് പ്രോജക്റ്റ് രീതി എന്ന് പറയുന്നത്. പ്രോജക്റ്റ് മെത്തേഡിൻ്റെ സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഒന്നാമത്തെ ക്രിയേറ്റിംഗ് സിറ്റുവേഷൻസ് ആണ്, ഒരു സാഹചര്യം പ്രദാനം ചെയ്യുന്നു. രണ്ടാമത്തെ സെലക്ഷൻ ഓഫ് എ പ്രോബ്ലം ആണ്, നമ്മളൊരു പ്രശ്നത്തെ സെലക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ അതിനെപ്പറ്റി തീരുമാനിക്കുന്നു. മൂന്നാമത്തത് പ്ലാൻ ചെയ്യുന്നു അല്ലേ, ആസൂത്രണം ചെയ്യുന്നു. നാലാമത്തത് എക്സിക്യൂട്ടിംഗ് ദ പ്രോജക്റ്റ്, നമ്മൾ കിട്ടിയ പ്രശ്നത്തെ നമ്മൾ ആസൂത്രണം ചെയ്തല്ലോ, എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ മെത്തേഡ്സ്, എന്തൊക്കെ രീതിയൊക്കെ സ്വീകരിച്ച് ഈ പ്രശ്നം പരിഹരിക്കാം. അപ്പോൾ അതേപ്പറ്റി നമ്മൾ ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടപ്പാക്കുന്നതാണ് എക്സിക്യൂട്ടിംഗ് ദ പ്രോജക്റ്റ് അല്ലെങ്കിൽ ആസൂത്രണ നിർവഹണം. ലാസ്റ്റ് സ്റ്റെപ്പ് ഇവാലുവേഷൻ അല്ലെങ്കിൽ മൂല്യനിർണ്ണയം രേഖപ്പെടുത്തൽ. പ്രോജക്റ്റ് രീതിയുടെ സവിശേഷതയെക്കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രശ്നാധിഷ്ഠിതം അല്ലെങ്കിൽ പ്രോബ്ലം ബേസ്ഡ് ആണ്. നമുക്കറിയാമല്ലോ, നമ്മളൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആണ് കുട്ടിക്ക് കൊടുക്കുന്നത് അല്ലേ, കുട്ടി അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റേജസ് വഴി കടന്നു പോകുന്നത് ഇതല്ലേ ഇവിടെ നടക്കുന്നത്. എൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലത്തെക്കുറിച്ചിട്ടുള്ള തിരിച്ചറിവാണ്. അപ്പോൾ ഒന്നാമത്തെ കഴിഞ്ഞു. രണ്ടാമത്തത് ഉദ്ദേശാധിഷ്ഠിതം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ബേസ്ഡ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന പ്രശ്നം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രോബ്ലം, അതിൻ്റെ ഉദ്ദേശം എന്താണ്, ലക്ഷ്യം എന്താണ് എന്നതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ധാരണ കുട്ടിക്ക് ഉണ്ടാവണം അല്ലേ, എന്നാൽ മാത്രമേ ആ പ്രോജക്റ്റ് രീതി വിജയമാവത്തുള്ളൂ. അപ്പോൾ അതാണ് ഉദ്ദേശാധിഷ്ഠിതം എന്ന് പറയുന്നത്. പ്രോജക്റ്റിൻ്റെ ഉദ്ദേശം കുട്ടിക്ക് കൃത്യമായിട്ട് അതേപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പ്രവർത്തനാധിഷ്ഠിതം അല്ലെങ്കിൽ ആക്ടിവിറ്റി ബേസ്ഡ് ആണ്. അപ്പം നമുക്ക് കിട്ടി ഈ പ്രോജക്റ്റിൻ്റെ ഉദ്ദേശ്യം ഇതാണ് എന്ന് നമുക്കൊരു കൃത്യമായ ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്യും അല്ലേ. അപ്പോൾ അതേ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും, ഗ്രൂപ്പായിട്ട് തിരിയും, ബാക്കിയുള്ള കുട്ടികളുമായിട്ട് ചർച്ച ചെയ്യും, സംഘപ്രവർത്തനത്തിൽ ഏർപ്പെടും, സ്വയം ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ വരും. അപ്പോൾ പഠനം അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ആക്ടിവിറ്റി ബേസ്ഡ് അല്ലെങ്കിൽ പ്രവർത്തനാധിഷ്ഠിതമാണ്. നെക്സ്റ്റ് അടുത്തത് യാഥാർത്ഥ്യം അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആണ്. നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾക്ക് റിയൽ ആയിട്ടുള്ള ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അവരുടെ തലയിൽ കയറും അല്ലേ. പഠനം ഫലപ്രദമാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, യഥാർത്ഥ ജീവിത സന്ദർഭം ഉണ്ടാക്കണം. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രോജക്റ്റ് രീതിയുടെ ഒരു സവിശേഷതയിൽ റിയലിസ്റ്റിക് അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്ന് പറയാം. അടുത്തത് സ്വാതന്ത്ര്യമാണ്. അവരെ നമ്മൾ കുറേ നിയന്ത്രണങ്ങളൊക്കെ കൊടുത്ത് കൂട്ടിലടച്ച കിളിയെ പോലെ ഇടുവാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നടക്കത്തില്ല അല്ലേ. അവർക്ക് സ്വതന്ത്രമായിട്ട് നടക്കാൻ അനുവദിക്കുക. അപ്പോൾ മാത്രമേ അവർക്ക് പഠനവും കാര്യങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അവർക്ക് ഫ്രീഡം കൊടുക്കുക, അത്രയേ ഉള്ളൂ. അടുത്ത യൂസബിലിറ്റി അല്ലെങ്കിൽ ഉപയോഗക്ഷമതയാണ്. അതായത് അവർക്ക് കിട്ടിയ ആ അറിവ് അവരെ എന്ത് ചെയ്യണം, ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കണം.
അടുത്തതെന്ന് പറയുന്നത് ഉദ്ഗ്രഥനം അല്ലെങ്കിൽ ഇൻ്റഗ്രേഷനാണ്. ഉദ്ഗ്രഥിത രീതി എന്ന് കേട്ടിട്ടില്ലേ? നമ്മുടെ പ്രൈമറി ക്ലാസ്സുകളിലൊക്കെ യൂസ് ചെയ്യുന്നത് ഉദ്ഗ്രഥിത രീതിയാണ്. അപ്പോൾ അവിടെ എന്ന് പറയുന്ന വിഷയങ്ങൾ പ്രത്യേകം വേർതിരിച്ച് പഠിപ്പിക്കത്തില്ല. എല്ലാം വരും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ മഴയെക്കുറിച്ചാണ് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ മഴ ഉണ്ടാവുന്നത് എങ്ങനെ എന്ന് പറയുമ്പോൾ അത് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാതെ EVS വരുന്നതാണ് അല്ലേ. ഇനി മഴയെക്കുറിച്ചൊരു കവിത അല്ലെങ്കിൽ ഒരു പാട്ടോ ഒക്കെ എഴുതുക എന്ന് പറയുമ്പോൾ അതെന്തിൽ വരുന്നതാണ്? അത് മലയാളത്തിൽ വരുന്നതാണ്. ഇനി മഴവെള്ളം ഒലിച്ച് നദിയിലേക്കും പുഴയിലേക്കും പോകുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നതെല്ലാം എവിടെയാണ്? സോഷ്യലാണ്. അപ്പം നമ്മളിവിടെ പ്രത്യേകം വിഷയങ്ങൾ തിരിച്ച് പഠിപ്പിക്കുകയല്ല, എല്ലാം കൂടെ ഇൻ്റഗ്രേറ്റഡ് ആണ്. അതുപോലെ തന്നെയാണ് പ്രോജക്റ്റ് മെത്തേഡിലും. എന്താണ്? ഒരു വിഷയത്തെ മാത്രം പരിഗണിച്ചല്ല ഒരിക്കലും പ്രോജക്റ്റ് രീതി മുന്നേറുന്നത്. ആണോ? നമുക്കൊരു പ്രശ്നം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ മറ്റു പല വിഷയങ്ങളുടെയും എന്താണ് ഒരു ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ ഒരു ഉദ്ഗ്രഥനം നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു വിഷയം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടല്ല പ്രോജക്റ്റ് രീതി, അല്ലെങ്കിൽ ഒരു വിഷയം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. പല വിഷയങ്ങളും ഇതിൻ്റെ അകത്ത് വരും. അതാണ് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് വൺ എന്താണ്? ജനാധിപത്യ മൂല്യങ്ങൾ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് വാല്യൂസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഗ്രൂപ്പായിട്ടാണ് ചെയ്യുന്നത് അല്ലേ. സംഘപ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഗ്രൂപ്പിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാവരുടെയും ആശയങ്ങൾ നമ്മൾ മുഖവിലയ്ക്ക് എടുക്കും അല്ലേ. അപ്പോൾ ആശയങ്ങൾ കൊണ്ടും കൊടുത്തുമാണ് ഈ പറയുന്ന പ്രോജക്റ്റ് രീതി മുന്നോട്ട് പോകുന്നത്. അവിടെ ഒരു ചർച്ച നടക്കുന്നുണ്ട്, സംവാദം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് ജനാധിപത്യ മൂല്യങ്ങൾ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് വാല്യൂസിൻ്റെ ഭാഗമാണെന്ന് പറയാം. ഓക്കെ അല്ലേ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു സവിശേഷത പഠിച്ചു വെച്ചേക്കുക. പ്രശ്നാധിഷ്ഠിതം, ഉദ്ദേശാധിഷ്ഠിതം, പ്രവർത്തനാധിഷ്ഠിതം, യാഥാർത്ഥ്യം, സ്വാതന്ത്ര്യം, ഉപയോഗക്ഷമത, ഉദ്ഗ്രഥനം, ജനാധിപത്യ മൂല്യങ്ങൾ. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് പറയാൻ പറ്റും എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന്. മനസ്സിലായോ? അപ്പോൾ പ്രോജക്റ്റ് രീതിയുടെ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ സ്വാഭാവികമായ സാമൂഹിക പരിതസ്ഥിതിയിൽ മുന്നേറുന്ന ഉദ്ദേശാധിഷ്ഠിതവും പൂർണ്ണതയിലെത്തുന്നതുമായ പ്രശ്നസങ്കീർണമായ ഒരു പ്രവർത്തനമാണ് പ്രോജക്റ്റ്. അടുത്ത നമുക്കറിയാവുന്ന കളി രീതി അല്ലെങ്കിൽ ക്രീഡാരീതി, പ്ലേവേ മെത്തേഡ് എന്ന് പറയും. നമ്മൾ പ്രൈമറി ക്ലാസ്സിലെ കൊച്ചു ക്ലാസ്സിലെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. കളിയിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അല്ലേ. അപ്പം കളി രീതിയുടെ പ്രചാരകൻ ആരെന്ന് ചോദിച്ചാൽ ഹെൻറി കോൾഡൽ കുക്കാണ്. അതുപോലെ തന്നെ ഇത് സക്രിയമായ പഠന രീതി അവലംബിച്ചിരിക്കുന്ന ബോധന രീതി. സക്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്റ്റീവായിട്ടുള്ളത് അല്ലേ. ഇത് വളരെ ആക്റ്റീവായിട്ടുള്ള രീതിയാണ്. സക്രിയമായ പഠന രീതി അവലംബിച്ചിരിക്കുന്ന ബോധന രീതിയാണ് കളി രീതി. അപ്പോൾ ഈ കൊച്ചു കുട്ടികളെ അടക്കിയിരുത്തുക എന്ന് പറയുന്ന വലിയൊരു ടാസ്ക്കാണ് അല്ലേ. അപ്പോൾ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അതിലും വലിയ ടാസ്ക്കാണ്. അപ്പോൾ കുട്ടികൾ ക്ലാസ്സിൽ അടങ്ങിയിരുന്ന് നമ്മൾ പറയുന്ന ശ്രദ്ധിച്ച് കേട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ടീച്ചിങ് മെത്തേഡും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല അല്ലേ. അപ്പോൾ അവർക്ക് എന്താണ്? അവർക്ക് ഈ ഒരു പ്രായം എന്ന് വെച്ചാൽ കളിക്കാണ് പ്രാധാന്യം അല്ലേ. അവർക്ക് കളിക്കാനാണ് എപ്പോഴും ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ളൊരു മെത്തേഡിലൂടെ പഠിപ്പിച്ച ആണെങ്കിൽ അവർക്ക് കളിക്കാനും ഇഷ്ടമാണ്. അപ്പോൾ കളിയിലൂടെ അവർ അറിവും കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളൊരു മെത്തേഡാണ് കളി രീതി എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ പറയാം. കൊച്ചുങ്ങൾക്കൊക്കെ മണ്ണിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ മണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചിനെ നമ്മൾ ചെറിയ, അതായത് പല ആകൃതിയിലുള്ള സാധനങ്ങൾ കൊടുക്കുന്ന, ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള ചെറിയ പാത്രങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കുവാണ്. സ്ക്വയർ ഷേപ്പിലോ ത്രികോണത്തിൻ്റെ ഷേപ്പിലോ അല്ലെങ്കിൽ പല ഷേപ്പിലുള്ളത്. അപ്പോൾ കൊച്ചെന്തോ ചെയ്യും? മണ്ണിൽ ഈ സാധനം എടുത്ത് വെക്കുമ്പോൾ എന്താണ്? അതിൽ അടയാളം ഉണ്ടാവും അല്ലേ. അതിൻ്റെ മോഡലുള്ള അടയാളം, ഹാർട്ടിൻ്റെ ആണെങ്കിൽ ഹാർട്ട് മോഡലുള്ള അടയാളം മണ്ണിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ കൊച്ചു കളിയിലൂടെ പഠിച്ചതല്ലേ. മണ്ണിൽ കളിക്കുന്ന കുട്ടി വ്യത്യസ്ത ആകൃതിയിലുള്ള വസ്തുക്കൾ മണ്ണിൽ വ്യത്യസ്തങ്ങളായ അടയാളങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് കാണുന്നു. അപ്പോൾ അതൊരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ കൊച്ചുങ്ങൾക്ക് എന്താണ്? പന്ത് കളിക്കാൻ ഇഷ്ടമാണ് അല്ലേ. ഇപ്പോൾ റബ്ബർ പന്ത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ച് ഒരുപാട് ശക്തിയിൽ ഇങ്ങനെ എറിയുന്ന സമയത്ത് ഒത്തിരി ഉയരത്തിൽ പന്ത് പൊങ്ങുന്നതായിട്ട് കാണുന്നു അല്ലേ. പയ്യ ശക്തി കുറച്ചെറിയുമ്പോഴോ ഇച്ചിരി ഫോഴ്സ് കൊടുത്തിട്ടാണ് എറിയുന്നതെങ്കിൽ ഇച്ചിരിയെ പൊങ്ങത്തോളം അല്ലേ. നമ്മൾ ഒരുപാട് ഫോഴ്സ് കൊടുത്താണ് എറിയുന്നതെങ്കിൽ ഒരുപാട് ഉയരത്തിൽ പന്ത് പൊങ്ങും അല്ലേ. അപ്പോൾ അത് ആ കുട്ടി ആ ഒരു കോൺസെപ്റ്റ് അവിടെ നിന്ന് മനസ്സിലാക്കുന്നു. ബീച്ചിലൊക്കെ കൊച്ചുങ്ങൾ മണ്ണ് വെച്ചിട്ട് കളിവീടുണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ. അതുപോലെ തന്നെ കട്ടകൾ കൊടുത്തിട്ട് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊച്ചുങ്ങൾ കളിക്കത്തില്ലേ. അപ്പോൾ അങ്ങനെ കളിക്കുന്ന സമയത്ത് ഈ കട്ടകൾ എന്താണ്? അവർ കറക്റ്റായിട്ട് അടുക്കി വെച്ച് വീട് മോഡൽ ഉണ്ടാക്കും അല്ലേ. അപ്പോൾ ഈ കട്ടകൾ കറക്റ്റ് രീതിയിൽ അതിന് താങ്ങും സംഭവം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ പൊത്തോന്നും പറഞ്ഞ് വീഴും അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് എന്താണ്? കളിവീടുണ്ടാക്കുമ്പോൾ അവ എങ്ങനെയാണ് അടുക്കി വെക്കേണ്ടതെന്നും വേണ്ട വിധത്തിൽ ഇവയ്ക്ക് താങ്ങ് കൊടുക്കേണ്ടതിനെ പറ്റിയിട്ടും ഒക്കെ എന്താണ് കുട്ടികൾ പഠിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കളി രീതിയുടെ ഉദാഹരണങ്ങൾ. ഈ ഒരു ഭാഗത്തുനിന്ന്
UP അസിസ്റ്റൻ്റ് NCA നോട്ടിഫിക്കേഷൻ പ്രകാരം 2022 ഒരു എക്സാം നടക്കുകയുണ്ട്. അതിന് ചോദിച്ചാണ് നാറാണത്ത് ഭ്രാന്തൻ എന്ന കവിത കുട്ടികൾ നാടക രൂപത്തിൽ അവതരിപ്പിക്കുന്നു അല്ലേ. ആ പറയുന്ന പാറക്കഷ്ണം ഉരുട്ടിക്കയറ്റുന്നു, തറയിലിടുന്നു, അതൊരു നാടക രൂപത്തിൽ കുട്ടികൾ അഭിനയിക്കുവാണ്. അപ്പോൾ അത് ഏതാണ്, അല്ലെങ്കിൽ ഏത് ടീച്ചിങ് മെത്തേഡ് അല്ലെങ്കിൽ അധ്യാപനത്തിലെ ഏത് സമ്പ്രദായത്തെയാണ് ഇത് ഉൾക്കൊള്ളുന്നതെന്ന് ചോദിച്ചാൽ അത് കളിരീതി അല്ലെങ്കിൽ ക്രീഡാരീതിയാണ്. താഴെ പറയുന്നതിൽ ശിശുക്കളുടെ പഠനത്തിൽ അടിസ്ഥാനമാക്കേണ്ട ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉൾപ്പെടാത്തതാണ് ചോദിക്കുന്നത്. ശിശു കേന്ദ്രീകൃതം തീർച്ചയായിട്ടും ചൈൽഡ് സെൻറ്റേർഡ് ആയിരിക്കണം അല്ലേ, കുട്ടിക്കായിരിക്കണം ആക്റ്റീവ് റോള്. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള ആൻസറാണ്. പരസ്പര ബന്ധിതം എല്ലാം കണക്റ്റഡ് ആയിരിക്കണം അല്ലേ, അതും കറക്റ്റാണ്. പ്രവർത്തനാധിഷ്ഠിതം അല്ലെങ്കിൽ ആക്ടിവിറ്റി ബേസ്ഡ് ആയിരിക്കണം, വളരെ ശരിയാണ്. ലിംഗ പരിഗണന അത് നൽകേണ്ട കാര്യമുണ്ടോ? ഇല്ല. ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ ഉള്ള പരിഗണനയൊന്നും അവിടെ ആവശ്യമില്ല. അപ്പോൾ അതാണ് ഉൾപ്പെടാത്തത്. നമ്മൾ ഈ ആഗമന രീതിയും നിഗമന രീതിയും ടീച്ചർ സെൻറ്റേർഡ് അല്ലെങ്കിൽ അധ്യാപക കേന്ദ്രിത രീതിയിൽ പഠിച്ചതാണ്. എന്നാലും ഇതിൽ നമ്മൾ ഒന്നുകൂടെ എടുത്തു, ഇതെപ്പോഴും ഒന്നിച്ചാണ് പറയുന്നത്. എങ്കിലും ഈ നിഗമന രീതി നമുക്ക് ടീച്ചർ സെൻറ്റേർഡ് ആയിട്ട് പറയാം. ആഗമന രീതി എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആണ് അല്ലെങ്കിൽ ചൈൽഡ് സെൻറ്റേർഡ് ആണ്. ഇതെല്ലാം ടീച്ചറിൻ്റെ ഒരു പ്രസൻസിലാണ് ചെയ്യുന്നതെങ്കിലും ആഗമന രീതിയിൽ നമ്മൾ എക്സാമ്പിൾസ് കൊടുത്ത് കുട്ടികളെയും കൂടെ ഒന്ന് ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടാണ് ആ ഒരു പൊതു തത്വത്തിലേക്ക് എത്തുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇൻഡക്റ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ ആഗമന രീതി എന്ന് പറയുന്നത് ഉദാഹരണങ്ങളിൽ നിന്ന് പൊതുതത്വത്തിലേക്ക് എത്തുന്നതും നിഗമന രീതി എന്ന് പറയുന്നത് പൊതുതത്വത്തിൽ നിന്ന് ഉദാഹരണങ്ങളിലേക്ക് അല്ലെങ്കിൽ പ്രത്യേക പ്രശ്നത്തിലേക്ക് പോകുന്നതുമാണ്. അപ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് ഓരോ പോയിൻറ്റ്സ് വെച്ച് പഠിക്കാം. എന്താണ് ആഗമന രീതി? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എക്സാമ്പിൾസ് കൊടുക്കുന്നു. ഇപ്പോൾ ടീച്ചർ എക്സാമ്പിൾ കൊടുക്കുകയാണ്. 2 + 2 = 4, 4 + 4 = 8, 10 + 10 = 20, 7 + 7 = 14. ഇങ്ങനെ കൊടുക്കുമ്പോൾ കുട്ടി എന്ത് ചെയ്യുന്നു? ആ ഉദാഹരണങ്ങൾ പരിശോധിച്ച് ചർച്ച ചെയ്ത് ഒരു തത്വത്തിലേക്ക് എത്തിച്ചേരുന്നു. എന്താണ്? ഈ രണ്ടും ആഡ് ചെയ്തിരിക്കുന്നത് ഈവൻ നമ്പേഴ്സാണ്. ഈവൻ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ആൻസർ എന്താണ് കിട്ടുന്നത്? ഈവൻ നമ്പറാണ് കിട്ടുന്നത്. ഇപ്പോൾ മനസ്സിലായോ? ഇതാണ് ആഗമന രീതി എന്ന് പറയുന്നത്. പഠന പ്രക്രിയയിൽ ധാരാളമായിട്ട് പ്രയോജനപ്പെടുത്തുന്ന ഒരു പഠന രീതിയാണ് ആഗമന രീതി. അപ്പോൾ പഠനത്തിൽ കുട്ടിക്കാണ് അവിടെ ആക്റ്റീവ് റോള് അല്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആഗമന രീതിയിൽ കുട്ടിക്ക് അവൻ്റെ ബുദ്ധിയും അതുപോലെ മുന്നനുഭവവും, എന്തായാലും അവൻ ഈവൻ നമ്പേഴ്സിനെ കുറിച്ച് മുമ്പ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതുപോലെ മുന്നറിവ് അല്ലെങ്കിൽ മുന്നനുഭവവും അവൻ്റെ ചിന്താശേഷി എന്നീ മാനസിക പ്രക്രിയകളൊക്കെ ഇവിടെ പ്രയോജനപ്പെടുത്തുന്നു. രണ്ടാമത്തത് നിഗമന രീതി അല്ലെങ്കിൽ ഡിഡക്റ്റീവ് മെത്തേഡാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഇതൊരു ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡാണ് അല്ലേ. അതായത് ആദ്യമേ കുട്ടിക്ക് ആ പറയുന്ന പൊതുതത്വം അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു, അതിന് ശേഷമാണ് എക്സാമ്പിൾസ് കൊടുക്കുന്നത്. ഇപ്പോൾ കുട്ടിക്ക് ആദ്യമേ പറഞ്ഞു കൊടുക്കുകയാണ് 2 ഈവൻ നമ്പേഴ്സ് കൂട്ടുമ്പോൾ ഈവൻ നമ്പറാണ് കിട്ടുന്നതെന്നുള്ളത് കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ട് പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസ് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ കരിക്കുലം എന്ന് പറയുന്നത് എപ്പോഴും ആഗമന രീതി തന്നെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. നിഗമന രീതി എന്ന് പറയുന്നത് പഴയ ടെക്നിക്കാണ്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ആയിരുന്നു അല്ലേ. ആദ്യം ടീച്ചർ വന്ന് ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ലോസ് ഒക്കെ പഠിപ്പിച്ച് തരും. അതിന് ശേഷമാണ് നമ്മളെ എക്സാമ്പിൾസ് ചെയ്യുന്നത്. മാത്സ് എല്ലാം അങ്ങനെ തന്നെയല്ലേ. ആദ്യം നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും, അതിന് ശേഷം എക്സാമ്പിൾസ് ചെയ്യിപ്പിക്കും. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കരിക്കുലം ഒന്നും അതിനെ എന്ത് ചെയ്യുന്നില്ല, ഫോളോ ചെയ്യുന്നില്ല. അപ്പം ബിഹേവിയറിസം അല്ലെങ്കിൽ വ്യവഹാരവാദത്തിൽ അധിഷ്ഠിതമായ പാഠ്യപദ്ധതി അല്ലെങ്കിൽ കരിക്കുലം പിന്തുടരുന്ന ക്ലാസ് മുറിയിലെല്ലാം നിഗമന രീതി പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്ന് പറയുന്നു. ഇതൊരു അധ്യാപക കേന്ദ്രിത പഠന രീതിയാണ് എന്ന് നമുക്ക് പറയാം. ടീച്ചർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അതുകൊണ്ടാണ് കുട്ടികൾക്ക് വലിയ റോളില്ല. ഓക്കെ അല്ലേ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആഗമന രീതി നിഗമന രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ആഗമന രീതി എന്ന് പറയുന്നത് ചൈൽഡ് സെൻറ്റേർഡ് അല്ലെങ്കിൽ ശിശു കേന്ദ്രിതമാണ്. നിഗമന രീതി എന്ന് പറയുന്നത് ടീച്ചറിനാണ് അവിടെ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് റോള്, അതുകൊണ്ട് അധ്യാപക കേന്ദ്രിതമാണ്. ഇനി അടുത്ത എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഉദാഹരണങ്ങളിൽ നിന്ന് പൊതുതത്വത്തിലേക്കാണ് ആഗമന രീതി. നിഗമന രീതി എങ്ങനെയാണ്? പൊതുതത്വത്തിൽ നിന്ന് ഉദാഹരണങ്ങളിലേക്ക്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെന്താണ്? സ്വാശ്രയ ശീലം വളർത്തുന്നു എന്ന് വെച്ചാൽ കുട്ടിക്ക് സ്വയം കണ്ടെത്തുക എന്നൊരു ശീലം അവിടെ വളരും. പക്ഷെ മറ്റിടത്താണെങ്കിൽ ടീച്ചറിനെ തന്നെ ആശ്രയിച്ചുകൊണ്ടിരിക്കും അല്ലേ. ആശ്രിതത്വമാണ് അവിടെ വളരുന്നത്.
ഇനി അടുത്ത എന്താണ്? പുതിയ അറിവിലേക്കാണ് കുട്ടി പോകുന്നത്. ഉദാഹരണങ്ങളിൽ നിന്ന് കുട്ടി പുതിയ അറിവിലേക്ക് എത്തിച്ചേരുവാണ് അല്ലേ ചെയ്യുന്നത്. പക്ഷേ മറ്റടുത്ത് എന്താണ്? അധ്യാപകൻ തന്നെയാണ് അറിവ് പകർന്നു കൊടുക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? പ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ ആക്ടിവിറ്റീസിലൂടെയാണ് പുതിയ ആശയത്തിലേക്ക് അവരെത്തിച്ചേരുന്നത്. പക്ഷേ ഇവിടെ എന്താണ്? നിഗമന രീതിയിൽ ടീച്ചർ തന്നെ ആശയമെല്ലാം വിശദീകരിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഈ പറയുന്ന ആഗമന രീതിയിൽ കുറച്ച് സമയം എടുക്കും കേട്ടോ. കുട്ടികളെ ഈ ഉദാഹരണങ്ങളിൽ നിന്ന് അവർ ചർച്ച ചെയ്ത് കാര്യങ്ങളൊക്കെ കണ്ടെത്തി വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. പക്ഷേ നിഗമന രീതിയിൽ ടീച്ചർ അടിച്ചു വിട്ട് ഫാസ്റ്റായിട്ട് പോകുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ കാര്യം കഴിയും. ഒരു പീരീഡിൽ തന്നെ പഠിപ്പിക്കാനുള്ള എല്ലാം അവർ പഠിപ്പിച്ച് തീരും. പക്ഷെ മറ്റത് കുറച്ച് സമയം എടുക്കും. അടുത്തത് കുട്ടികളുടെ കാഴ്ചപ്പാടിന് യോജിച്ചതാണ് ഏത്? ആഗമന രീതി എന്ന് പറയുന്നത്. പക്ഷേ നിഗമന രീതി എന്ന് പറയുന്നത് ഓൾറെഡി പ്രീ പ്ലാൻഡ് ആണ്, മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ്. നെക്സ്റ്റ് എന്താണ്? അന്വേഷണാത്മക രീതി. നമ്മൾ ആദ്യം പഠിച്ചില്ലേ? ഗവേഷണ രീതി, കണ്ടെത്തൽ രീതി, അതുപോലെ തന്നെ പ്രോജക്റ്റ് രീതി, പ്രശ്ന അപഗ്രഥന രീതി അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് പറയാം. എന്നാൽ ഈ പറയുന്ന ലെക്ചർ മെത്തേഡ്, ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, ഇതൊക്കെയെന്ന് പറയുന്നത് ടീച്ചർ സെൻറ്റേർഡ് ആയിട്ടുള്ളതാണ്. അതൊക്കെ നിഗമന രീതിക്ക് എക്സാമ്പിൾസ് ആയിട്ട് പറയാം. മറ്റേ ഗവേഷണ രീതിയിലും പ്രോജക്റ്റ് രീതിയിലും ഒക്കെ ആർക്കാണ് ആക്റ്റീവ് റോള്? കുട്ടിക്കല്ലേ. അപ്പോൾ നമുക്കത് ആഗമന രീതിക്കകത്ത് ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ വിശകലനാത്മക ചിന്ത വളർത്തുന്നു. നിഗമന രീതിക്കകത്ത് എന്താണ്? ആശയങ്ങൾ കുട്ടി കേട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ കുട്ടി എന്താണ്? വെറും കേൾവിക്കാരൻ മാത്രമാണ്, പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല. ഇപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എന്താണ്? പ്രഭാഷണ രീതി അല്ലെങ്കിൽ പ്രസംഗ രീതി എന്ന് പറയും ലെക്ചർ മെത്തേഡ്. നമുക്കറിയാം ഇതൊരു ഓൾഡസ്റ്റ് ആയിട്ടുള്ളൊരു ടീച്ചിങ് മെത്തേഡാണ്, അല്ലെങ്കിൽ ഒരു പാരമ്പര്യ അധ്യാപന രീതിയാണ്. അവിടെ ടീച്ചറാണ് ആക്റ്റീവ് റോള്, കുട്ടികളെന്ന് പറയുന്നത് പാസീവ് റോളാണ്. ടീച്ചർ ഇങ്ങനെ വന്ന് ലെക്ചർ അടിച്ചിട്ട് പോകും അല്ലേ, കുട്ടികളിങ്ങനെ വെറുതെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പറയുന്ന പോലെ ഉയർന്ന ക്ലാസ്സുകളിൽ ഇത് ഉപയോഗപ്രദമാണ്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് പോർഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് തീർക്കണമെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിന് ഈ ഒരു മാർഗ്ഗമേ ഉള്ളൂ. അപ്പോൾ ഉയർന്ന ക്ലാസ്സുകളിൽ ഇതെന്തായാലും ഉപയോഗപ്രദമാണ്. ഇപ്പോഴും ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ആദർശവാദം അല്ലെങ്കിൽ ഐഡിയലിസത്തിൻ്റെ തത്വശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. ചിലവ് കുറഞ്ഞ രീതിയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്മാർട്ട് ബോർഡോ അല്ലെങ്കിൽ എന്താണ് ചാർട്ടോ വർക്കിംഗ് മോഡൽസോ അങ്ങനെയൊന്നും ഉപയോഗിച്ചല്ലല്ലോ പഠിപ്പിക്കുന്നത്. അപ്പോൾ ടീച്ചേഴ്സ് വരുന്നു, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, പോകുന്നു എന്നല്ലാതെ മറ്റ് ചിലവ് കൂടിയ രീതികളോ അല്ലെങ്കിൽ പഠനോപകരണങ്ങളോ ഒന്നും തന്നെ ഇവിടെ ആവശ്യമില്ല. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ഈ ലെക്ചർ മെത്തേഡ് അല്ലെങ്കിൽ പ്രഭാഷണ രീതിയുടെ 4 ധർമ്മങ്ങളാണ്. അത് അവതരിപ്പിച്ചത് റോങ്സ്കി ആൻഡ് സ്റ്റാൻലി ആണ്. അപ്പോൾ അവർ പറഞ്ഞ എന്താണ്? വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, നോക്കി വെച്ചിരുന്നാൽ മതി. കുട്ടികളെ താല്പര്യം ഉണർത്താൻ വേണ്ടിയിട്ട്, വലിയ കുട്ടികൾക്ക് താല്പര്യമൊക്കെ ഉണരും അല്ലേ ലെക്ചർ മെത്തേഡ്. അതുപോലെ തന്നെ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് അവലോകനം അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാൻ, വിപുലീകരിക്കാൻ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ, ഇതൊക്കെയാണ് പ്രഭാഷണ രീതിയുടെ 4 ധർമ്മങ്ങളായിട്ട് പറയുന്നത്. നെക്സ്റ്റ് ഡെമോൺസ്ട്രേഷൻ രീതിയാണ്. ഇപ്പോൾ നമ്മൾ ഡെമോ ക്ലാസ്, ഡെമോൺസ്ട്രേഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ ഈ ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പ്രവർത്തനം അല്ലെങ്കിൽ ആശയം നടപ്പിലാക്കുക. പ്രവർത്തനം അല്ലെങ്കിൽ ആശയം നടപ്പിലാക്കുക എന്നതാണ് ഡെമോൺസ്ട്രേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഡെമോൺസ്ട്രേഷൻ രീതി എന്ന് പറയുന്ന ഒരു പ്രദർശന രീതിയാണ് അല്ലേ. നമ്മളിപ്പോൾ ഫ്ലിപ്പ് ചാർട്ടുകൾ കാണിച്ച് അധ്യാപകൻ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. പവർ പോയിൻറ്റിൻ്റെ സഹായത്തോടെ ആശയവിനിമയം നടത്തുന്നുണ്ട് അല്ലേ. അല്ലെങ്കിൽ പോസ്റ്ററുകൾ കാണിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെയാണ് നമ്മൾ ഡെമോൺസ്ട്രേഷൻ രീതി എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ആ ഒരു വിഷയം ആഴത്തിലും എളുപ്പത്തിലും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് ഡെമോൺസ്ട്രേഷൻ രീതിയെന്ന്. ഇനി എന്താണ് ഈ ഡെമോൺസ്ട്രേഷൻ രീതിയുടെ 6 സ്റ്റേജസ് അല്ലെങ്കിൽ 6 ഘട്ടങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ടീച്ചർ എന്താണ് ഇത് ഓൾറെഡി എന്ത് ചെയ്യണം? ഒരു പ്ലാനിങ്ങും ഒരു പ്രിപ്പറേഷനും വേണം അല്ലേ. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ് താൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, എന്തൊക്കെയാണ്, ഇതൊക്കെ പ്രീ പ്ലാൻഡ് ആണല്ലേ. ഓൾറെഡി ടീച്ചർ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് തന്നെ ആസൂത്രണവും തയ്യാറെടുപ്പും, അതായത് പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ. രണ്ടാമത്തത് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾക്ക് മുമ്പിൽ ഏതാണ് ലെസൺ അല്ലെങ്കിൽ ഏതാണ് ചാപ്റ്റർ അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പാഠം അവതരിപ്പിക്കുന്നു. മൂന്നാമത് നമ്മൾ എന്ത് സബ്ജക്റ്റാണോ അവരെ അല്ലെങ്കിൽ ആ ഒരു വിഷയമാണോ അവരെ പഠിപ്പിക്കുന്നത് അതിൻ്റെ അവതരണമാണ്. പ്രസൻറ്റേഷനോ സബ്ജക്റ്റ് മാറ്റർ അല്ലെങ്കിൽ വിഷയത്തിൻ്റെ അവതരണം. ഇനി നാലാമത്തെ എന്താണ്? ഡെമോൺസ്ട്രേഷൻ അല്ലെങ്കിൽ പ്രദർശനമാണ്. ഇനി എന്താണ്? ടീച്ചിങ് എയ്ഡ്സ്, അതായത് നമ്മൾ എന്താണ് ഫ്ലിപ്പ് ചാർട്ടാണോ അല്ലെങ്കിൽ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ആണോ
അല്ലെങ്കിൽ പോസ്റ്ററുകളായിട്ടാണോ ചാർട്ടായിട്ടാണോ എന്താണോ ടീച്ചിങ് എയ്ഡ്സ് അത് നമ്മൾ കാണിക്കുന്നു. ലാസ്റ്റ് എന്താണ്? മൂല്യനിർണ്ണയം അല്ലെങ്കിൽ ഇവാലുവേഷൻ. മിക്ക പ്രോസസ്സിൻ്റെയും ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവാലുവേഷൻ അല്ലെങ്കിൽ മൂല്യനിർണ്ണയം ആയിരിക്കും. മനസ്സിലായോ? അടുത്തൊരു മെത്തേഡാണ് ഡാൾട്ടൺ പദ്ധതി അല്ലെങ്കിൽ ഡാൾട്ടൺ പ്ലാൻ. അമേരിക്കയിലെ ഡാൾട്ടൺ ഹൈസ്കൂളുകളിൽ ഉരുത്തിരിഞ്ഞു വന്നൊരു പദ്ധതിയാണ് ഡാൾട്ടൺ പദ്ധതി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉപജ്ഞാതാവ് മിസ് ഹെലൻ പാഹേഴ്സ്റ്റ് ആണ്. അപ്പോൾ ഇത് സാധാരണ പോലെ ടീച്ചേഴ്സ് വന്ന് കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയും കുട്ടികൾ അതേ രീതിയിൽ ചെയ്യുകയും ഒരു ടൈം ടേബിൾ ഫിക്സഡ് ആയിട്ട് ഒരു ടൈം ടേബിൾ അങ്ങനെയൊന്നുമില്ല. ഇവിടെ കുട്ടികൾ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് കുട്ടികളെ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുകയാണ്. കുട്ടികളാണ് ഇവിടെ സയൻറ്റിസ്റ്റ്, അതുപോലെ ക്ലാസ് റൂം ലബോറട്ടറി ആയിട്ട് അവർ കാണുന്നു. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു മുറിയിലിരുന്ന് അവരുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കുക. ഇതാണ് ഈ ഡാൾട്ടൺ പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ സാധാ ക്ലാസ്സിൻ്റെ ഇൻസ്ട്രക്ഷനോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടൈം ടേബിളോ ഒന്നും തന്നെ ഇല്ല. ഇത് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലായിരുന്നു. അപ്പോൾ ഇവിടെ കുട്ടികൾ ബാക്കിയുള്ള കുട്ടികളുമായിട്ട് സഹകരിച്ച് അവരെ ഹെൽപ്പ് ചെയ്ത് അവരുടെ വർക്കുകൾ പൂർത്തിയാക്കുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡാൾട്ടൺ പദ്ധതി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ലബോറട്ടറി പദ്ധതി. അപ്പോൾ ലബോറട്ടറി പദ്ധതി എന്നറിയപ്പെടുന്ന ഏതാണ്? ഡാൾട്ടൺ പ്ലാൻ അല്ലെങ്കിൽ ഡാൾട്ടൺ പദ്ധതിയാണ്. അപ്പോൾ മറ്റ് ക്ലാസ് റൂം പഠനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അധ്യാപകരാരാണ്? നിരീക്ഷകരാണ് അല്ലേ? അധ്യാപകർ ഒബ്സർവ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ക്ലാസ് റൂം എന്താണ്? ലബോറട്ടറി അല്ലെങ്കിൽ പരീക്ഷണശാലയാണ്. കുട്ടികൾ ആരാണ്? സയൻറ്റിസ്റ്റ് ആണ് അല്ലേ? പരീക്ഷണം ചെയ്യുന്നവരായി മാറുന്ന ബോധന രീതിയാണ് ഡാൾട്ടൺ പദ്ധതി അല്ലെങ്കിൽ ഡാൾട്ടൺ പ്ലാൻ. അപ്പോൾ ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠന രീതികളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക കേട്ടോ. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലൂടെയും പോയിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് കാര്യം പഠിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്